ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്റെ കൂടെ മുത്തുണ്ട് കേട്ടോ. മുത്തിനെ കാണുന്നുണ്ടോ? ഇന്നിപ്പോ ഞായറാഴ്ചയാണല്ലോ, ഇന്ന് ഫുള്ള് തിരക്ക് പിടിച്ചൊരു ദിവസം കേട്ടോ. അപ്പൊ 2-3 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് തിരക്കായതുകൊണ്ടാട്ടോ വീഡിയോ ഇടാത്ത. വീഡിയോ ഇട്ടില്ലെങ്കിലും പ്രശ്നമാണ്. അപ്പൊ ഇന്ന് ചെറിയൊരു വീഡിയോ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് കേക്കോന്നറിയില്ല, നമ്മളെ JCB ഉണ്ട് മണ്ണെടുക്കാൻ അവിടെ. അപ്പൊ JCB ഓഫ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഒരു ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ തന്നെ എന്റെ കാര്യം പറയുമ്പോ ഒരു ഇതല്ലേ, അടക്കടക്കട്ടെ, വേണ്ട നീ പറയണ്ട. അപ്പം ഇന്ന് പറയല്ലേ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് അങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മക്കളൊക്കെ വലിയതായതിനെ കൊണ്ട് മക്കളാണ് നമ്മള് അധികം ഓർമ്മിപ്പിക്കാം. അപ്പൊ എന്തായാലും അങ്ങനെയാണ്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നാമത് നേരം ഉണ്ടാവില്ല കേട്ടോ, സംഘമൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അതുമല്ല, നമ്മളെ കഴിഞ്ഞ എടുത്ത 2-3 ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്. പിന്നെ നമ്മളൊരു അട വെച്ച കോഴിയും കൂടി വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതില് കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ കോഴിമുട്ടയ്ക്ക്. അപ്പൊ ഞാൻ വിരിഞ്ഞ മക്കളെ 4 എണ്ണം നമ്മൾ ഇപ്പൊ അടുത്ത് ലാസ്റ്റ് വിരിഞ്ഞില്ലേ, അതില് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ 3 എണ്ണം പിന്നെ വിരിഞ്ഞിട്ടുണ്ട്. മൊത്തം 11 കോഴിമുട്ടയാട്ടോ വെച്ചത്. പിന്നെ നമ്മൾ ചെറിയൊരു കോഴിമുട്ട കാണിച്ചു തന്നില്ലേ, അതില് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ഇനി എല്ലാ കുഞ്ഞുങ്ങളെയും കൂടി ഒരുമിച്ചാക്കിയിട്ട് ഒരു തള്ളക്കോഴിക്ക് ഇടാനാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ദിവസം അവര് കിടന്നതാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു ഇത് കേട്ടോ. ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് പിന്നെ വീഡിയോ നമ്മൾ 2 ദിവസം ഇട്ടില്ലെങ്കിലും പിറ്റേന്ന് ഇടുമ്പോൾ നിങ്ങൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാട്ടോ പിന്നെയും വീഡിയോസ് ഇടാനൊരു സന്തോഷമൊക്കെ ഉണ്ടാവുന്നത്. നമുക്കൊരു കോയിന്റെ വീഡിയോ ആണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മളെ ബന്ധപ്പെടുത്തിയൊരു വീഡിയോ ആണെങ്കിലും ഇടുമ്പോൾ അതിൽ കുറച്ചൊക്കെ കമന്റ്സ് വരുമ്പോഴും നമ്മൾ അന്വേഷിക്കും, കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും നാളെ ഞാൻ എന്തായാലും ഒരു വീഡിയോ എന്തായാലും ഇടും. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കോഴിക്കുഞ്ഞിനെ കാണിച്ചു തരാം കേട്ടോ. ബാ. പിന്നെ ഇതാട്ടോ നമ്മുടെ ലാസ്റ്റ് അടവെച്ച കോഴി. ഇതില് 4 കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ഇനിയിപ്പോ 3 ആൾ ഇതാക്കുന്നതിലുണ്ട് കേട്ടോ. ഈ 4 കോഴിമുട്ടയാട്ടെ വിരിയാളെ. പിന്നെ ഈ ഒരു ചെറിയ കോഴിമുട്ടയില് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു കേട്ടോ. ഇതിലും കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ ഒരു എന്താ അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അടുത്തൊന്നും ഞാൻ എന്തായാലും അടവെക്കാൻ തീരുമാനിച്ചില്ല. വെച്ചാൽ ഈ പ്രാവശ്യം കുറെ കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് ഇതേപോലെ വന്നതുകൊണ്ട്, വിരിയാതെ വന്നതുകൊണ്ട് ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അടവെക്കാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാം കേട്ടോ. എടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഭയങ്കര ഒച്ചയാണ്. നമ്മളെ കോഴിക്കോടിന്റെ ഒരു ഏരിയ കേട്ടോ മണ്ണ് എടുക്കുന്നത്. പിന്നെ പണിക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം വരാനൊരു മടിയാട്ടോ. പിന്നെ നമ്മളെ കോഴികളൊക്കെ ഇതാക്കുന്ന വല്ലുള്ളിൽ തന്നെയാണ് എല്ലാവരെയും എന്താ പറയാ തുറന്നു വിട്ടിരിക്കുന്നത്. പിന്നെ കുറെ കോഴികൾ ഇപ്പൊ മുട്ടയിടാണ്ട്. ഇതിന്റെ മുമ്പ് ഇന്നലെ എനിക്കൊരു സംഭവം ഉണ്ടായി. കോഴികൾ ഇടലുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു കൂടിന്റെ ഒരു ഇരുട്ട് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് എനിക്ക് ഒരുപാട് കോഴിമുട്ട കിട്ടിട്ടോ. കേൾക്കുമോന്ന് എനിക്കറിയില്ല, സത്യം പറയുകയാണെങ്കിൽ നമ്മള് നോക്കിയില്ല, കേൾക്കുമല്ലേ വീഡിയോ എടുത്ത് നോക്കിയില്ല. പിന്നെ നമ്മളിപ്പോ കോഴിക്കോടിന്റെ ഉള്ളിലായിട്ടുള്ള കോഴിക്കോട് ഫുള്ള് പണിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടുത്തെ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് കോഴിക്കോടൊക്കെ ഇതാക്കുന്ന ആകെ എന്താ പറയാ മൊത്തം ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണം കേട്ടോ. അതിന്റെ കാലൊക്കെ പൊട്ടിപ്പോയി, അങ്ങനെ വലയൊക്കെ ഏകദേശം കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഉള്ളത്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ കൂടിന്റെ മേലെ തൊട്ടാന്ന് പറയാ പണിയായിരിക്കും കേട്ടോ. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ ഇത് അതേപോലത്തെ ഒരു നെറ്റിന്റെ കൂട്ടിലാട്ടിട്ടിരിക്കുന്നത്. ഇവരിപ്പോ 9 കോഴിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത് കേട്ടോ. 9 എണ്ണം ഉള്ളത്. പിന്നെ തള്ളക്കോയിന് ഞാൻ പുറത്തേക്ക് തുറന്നു വിട്ടതാട്ടോ. തള്ളക്കോയി ഉണ്ടെങ്കിൽ പിന്നെ പേപ്പറൊക്കെ മൊത്തം നാശാക്കും. അപ്പൊ കുറച്ചു നേരത്തേക്ക് ഞാൻ തള്ളക്കോയിനെ പുറത്തേക്ക് വിട്ടതാട്ടോ. പേപ്പറൊക്കെ ആകെ നാശാക്കും, ആകെ ചിക്കിച്ചെനക്കി എല്ലാം കൂടി നാശാക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രം തനിച്ചാക്കിയതാട്ടോ. പിന്നെ ഇവർക്ക് ഇതാക്കുന്നത് ഇതേപോലെ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ
ചെറിയ കാലല്ലേ, കുഞ്ഞി കാലായതുകൊണ്ട് തന്നെ ഈ ഒരു നെറ്റിന്റെ ഉള്ളിൽ കൂടെ പോവില്ല, എന്നാലും നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതാക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പേടിച്ച് ഒരു മൂലയിൽ പോയിക്കും. നല്ല കോഴിക്കുഞ്ഞായിട്ട് അത്യാവശ്യം ഇപ്പൊ വിരിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു 3-4 ദിവസമൊക്കെ ആയിട്ടുണ്ട്. നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളം നമ്മൾ കൂട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് കോഴിക്കുഞ്ഞുങ്ങളെ ഒന്ന് കൊക്കൊന്ന് എടുത്ത് ഇങ്ങനെ കൊത്തി കൊടുത്താൽ പിന്നെ അവരങ്ങ് കുടിച്ചോളൂ കേട്ടോ വെള്ളം. ഇന്നൊക്കെ നല്ല അത്യാവശ്യത്തിന് നല്ല വെയിലാട്ടോ. അതുകൊണ്ട് തന്നെ ഇതാക്കുന്ന ഇവര് നല്ല അടിപൊളിയായിട്ട് നമ്മളെ കോഴിക്കോടിന്റെ ഉൾഭാഗത്ത് തന്നെ ഇതാക്കുന്ന നല്ല രീതിക്ക് മണ്ണിന്റെ തണുപ്പൊക്കെ തട്ടി ഇങ്ങനെ കിടക്കാട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. എന്തായാലും പുതിയൊരു വീഡിയോ നാളെ എന്തായാലും ഞാൻ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കണമെന്ന് തിരക്കൊണ്ടായിട്ടോ. പിന്നെ നമ്മുടെ വീട് പണീന്റെ അവിടേക്കാണ് മണ്ണൊക്കെ കൊണ്ടുപോകണം. അപ്പൊ ഫൗണ്ടേഷനാണ് ഇപ്പൊ കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും അതിലേക്കാണ് മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കട്ടെ പെട്ടെന്ന് വീട് പണിയൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ പുതിയൊരു വീഡിയോ പറ്റി അടുത്തൊരു വീഡിയോ.